നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ഒന്ന് മരം ചുറ്റി പ്രേമിക്കാത്തവരും ഇഷ്ടമാണെന്ന് പറഞ്ഞ് പുറകെ നടന്ന് ചെരുപ്പ് തേയാത്തവരുമായി ആരും ഉണ്ടാവില്ല. ഇന്നത്തെ കാലത്തെ പ്രണയങ്ങളും പ്രണയ അഭ്യർത്ഥനകളും അത്തരത്തിൽ അല്ലെങ്കിൽ പോലും ഇഷ്ടമാണെന്ന് പറഞ്ഞ് പുറകെ നടക്കുകയും പോകുന്ന വഴിയിലൊക്കെ ചൂളമടിക്കുകയും കമന്റ് അടിച്ചും ആസ്വദിക്കുന്നവർ ഇന്നുമുണ്ട്. എന്നാൽ അവർ കേട്ടോളൂ, ഇനി മുതൽ ഒരു ചൂളമടി പോയിട്ട് സ്ത്രീകൾക്കെതിരെയുള്ള ഏതു തരത്തിലെയും ആംഗ്യങ്ങളും പ്രവർത്തികളും ശിക്ഷാർഹമാകാൻ പോവുകയാണ്. നമ്മൾ ഇത്രയും കാലം പിന്തുടർന്നു വന്ന ഇന്ത്യൻ പീനൽ കോഡ് എന്ന IPC എടുത്തു കളഞ്ഞ പകരം ഭാരതീയ ന്യായ സംഹിത എന്നാക്കിയത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഭാരതീയ ന്യായ സംഹിതയുടെ പുതിയ നിയമപ്രകാരം സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും പുറകെ നടന്ന് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് സ്റ്റോക്ക് ചെയ്യുന്നത് BNS സെക്ഷൻ 78 പ്രകാരം 3 മുതൽ 5 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. കൂടാതെ സ്ത്രീകളെ കാണുമ്പോൾ പ്രായഭേദമന്യേ ചൂളമടിക്കുന്നവർ BNS സെക്ഷൻ 79 പ്രകാരം 3 വർഷം മുതൽ 5 വർഷം വരെ തടവും പിഴയും ലഭിക്കും. കാരണം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും ആംഗ്യങ്ങളോ ശബ്ദങ്ങളോ പുറപ്പെടുവിപ്പിക്കുന്നതും നിയമത്തിന് മുന്നിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യം ആകാൻ പോകുന്നു. 2023 ഓഗസ്റ്റ് 11 ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഭാരതീയ ന്യായ സംഹിത ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. പിന്നീട് 2023 ഡിസംബർ 20 ഭാരതീയ ന്യായ സംഹിത ബിൽ ലോക്സഭയിൽ പാസാക്കി. അത് കഴിഞ്ഞ് രാജ്യസഭയും BNS-നെ അംഗീകരിച്ചു. പല വിധത്തിലുള്ള നിയമങ്ങളും നിയമ ഭേദഗതിയും ഉൾപ്പെടുത്തിയാണ് ഭാരതീയ ന്യായ സംഹിത ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ 20 പുതിയ കുറ്റകൃത്യങ്ങളും ചേർത്തിട്ടുണ്ട്. റദ്ദാക്കിയ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 19 വകുപ്പുകളും ഒഴിവാക്കിയിട്ടുണ്ട്. 33 കുറ്റങ്ങൾക്ക് തടവ് ശിക്ഷയും 83 കുറ്റങ്ങൾക്ക് പിഴയും വർദ്ധിപ്പിച്ചു. 23 കുറ്റങ്ങൾ നിർബന്ധിത മിനിമം ശിക്ഷ നടപ്പാക്കി. 6 കുറ്റകൃത്യങ്ങളിൽ സാമൂഹ്യ സേവനത്തിനായുള്ള ശിക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശരീരത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ, കൊലപാതകം, ആത്മഹത്യാ പ്രേരണ, ആക്രമണം, ഗുരുതരമായ മുറിവേൽപ്പിക്കൽ എന്നിവയിൽ IPC-യുടെ വകുപ്പുകൾ ഭാരതീയ ന്യായ സംഹിത നിലനിർത്തുന്നു. സംഘടിതമായ കുറ്റകൃത്യം, തീവ്രവാദം, കൊലപാതകം അല്ലെങ്കിൽ ചില കാരണങ്ങളാൽ ഒരു കൂട്ടം ഗുരുതരമായ മുറിവേൽപ്പിക്കൽ തുടങ്ങിയ പുതിയ കുറ്റകൃത്യങ്ങൾക്ക് ഇത് ചേർക്കുന്നു. സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ, ബലാത്സംഗം, അതിക്രമം, പിന്തുടരൽ, സ്ത്രീയുടെ എളിമയെ അപമാനിക്കൽ എന്നിവയിൽ IPC-യുടെ വകുപ്പുകൾ BNS നിലനിർത്തുന്നു. കൂട്ടബലാത്സംഗത്തിന്റെ കാര്യത്തിൽ ഇരയെ മേജറാക്കി തരംതിരിക്കുവാനുള്ള പരിധി 16 മുതൽ 18 വയസ്സ് വരെ വർദ്ധിപ്പിക്കുന്നു. സ്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ, മോഷണം, കവർച്ച, വീട്ടുകവർച്ച, വഞ്ചന എന്നിവയിൽ IPC-യുടെ വകുപ്പുകൾ BNS നിലനിർത്തുന്നു. സൈബർ കുറ്റകൃത്യം, സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങിയ പുതിയ കുറ്റകൃത്യങ്ങൾ ഇതിൽ ചേർക്കുന്നു. രാജ്യത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ, രാജ്യദ്രോഹങ്ങൾ ഒരു കുറ്റമായി BNS നീക്കം ചെയ്തു. പകരം ഇന്ത്യയുടെ പരമ അധികാരത്തെയും ഐക്യത്തെയും അഖണ്ഡതയെയും അപകടപ്പെടുത്തുന്ന പ്രവർത്തികൾക്ക് ഒരു പുതിയ കുറ്റമുണ്ട്. പൊതുജനങ്ങൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ, പരിസ്ഥിതി മലിനീകരണം, മനുഷ്യക്കടത്ത് തുടങ്ങിയ പുതിയ കുറ്റകൃത്യങ്ങൾ BNS കൂട്ടിച്ചേർക്കുന്നു. ഇതൊന്നും കൂടാതെ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച ഭാരതീയ ന്യായ സംഹിത 2 വകുപ്പ് 226 നിരാഹാര സത്യാഗ്രഹ സമരത്തെ ക്രിമിനൽ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നു. പൊതുസേവകനെ കൃത്യനിർവഹണത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നതിനോ ചെയ്യുന്നതിന് നിർബന്ധിക്കുന്നതിനോ ആരെങ്കിലും ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് ക്രിമിനൽ കുറ്റമാണെന്നാണ് ഈ വകുപ്പ് പറയുന്നത്. 1 വർഷം വരെ സാധാരണ തടവോ അതല്ലെങ്കിൽ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ കിട്ടാൻ സാധ്യതയുള്ള വകുപ്പാണിത്. ഈ പുതിയ നിയമപ്രകാരം പണ്ട് സ്വാതന്ത്ര്യത്തിന് ഗാന്ധിജി നടത്തിയ നിരാഹാര സമരം വരെ കുറ്റകരമായി മാറിയിരിക്കുന്നു. ഇനി വല്ല പെൺപിള്ളേരുടെയും പിന്നാലെ നടക്കാൻ ഉദ്ദേശിക്കുന്നവരും നടക്കുന്നവരും കവലയിലെ വളവുകളിൽ ഒത്തുകൂടുന്ന പൂവാലന്മാരും നമ്മുടെ ഈ പുതിയ നിയമത്തെക്കുറിച്ചൊന്ന് ബോധവാന്മാരായിരിക്കുന്നത് നന്നായിരിക്കും.